വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിംഗ് ബൈ മിന്നു. ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും അധികം ഫ്രണ്ട് വരാറില്ല, ക്യാമറ ഷൈ ആയതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം വിചാരിച്ചു, ഇപ്പോൾ കുറേ വീഡിയോസായി, ഒരു 70 വീഡിയോസോളം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി പയ്യെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷെൽഫ് സ്റ്റൈലിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനൊരു ഷെൽഫ് മേക്ക് ഓവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷെൽഫ് എങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം എന്നറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് കമൻറ്റ്സ് കിട്ടി, അതിൽ നിന്ന് സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഹൗ ടു സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ഡൈനിങ് ടേബിൾ ആണ് ഇട്ടത്. പിന്നീട് ഞാൻ എൻട്രി വേ സ്റ്റൈൽ ചെയ്യുന്ന രീതികളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ആ ഒരു സീരീസിൽ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു സ്റ്റൈൽ ഷെൽഫിംഗ് യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു ബുക്ക് ഷെൽഫ്, അല്ലെങ്കിൽ ഇൻബിൽറ്റ് ഷെൽഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്പൺ ഷെൽഫ്, അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഏത് ഷെൽഫും ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷെൽഫ്. ഇതൊരു ഓപ്പൺ ഷെൽഫാണ്, നിങ്ങൾക്ക് കാണാം. അപ്പം ഇതും ഈ ബാക്കിൽ കാണുന്ന ഈ 2 ഷെൽഫും ഒരു ലാപ്ടോപ്പ് ടേബിളും കൂടെ ഞങ്ങൾ ഐക്യന്ന് സെറ്റായിട്ട് മേടിച്ചതാണ്. ഒരു 2 വർഷമായി കേട്ടോ. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലത്തെ ഓപ്പൺ ഷെൽഫാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് ഇറങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാം ക്ലിയർ ചെയ്യുക, ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടാക്കുക. നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ നന്നായിട്ട് പൊടി കയറിയിട്ടുണ്ട് എല്ലാം. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഷെൽഫ്. അപ്പം ഞാൻ ഷെൽഫ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് ക്ലീനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ വോൾ ആർട്ട് കണ്ടോ, ഇത് ഞാൻ ഐക്യന്ന് ഈ സെറ്റ് പെയറായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ അവിടെ ഹാങ് ചെയ്തേക്കുന്നതാണ് ഓൾറെഡി, അതുകൊണ്ട് ഞാനത് മാറ്റുന്നില്ല. അത് ഓൾറെഡി അവിടെ ഞാൻ വെക്കാനാണ്. കാരണം നമ്മുടെ ഈ ഒരു ഷെൽഫിനെ ഇലോങ്ങേറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. നമ്മുടെ ഐസിനെ ബ്ലോക്ക് ചെയ്യാതെ ആ വെർട്ടിക്കൽ സ്പേസ് മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങളത് ഹാങ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഷെൽഫ് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഗ്യാദർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കളക്ട് ചെയ്യുക. കാരണം ഇത് പലയിടത്തായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോവുകയും ചെയ്യും, നമ്മളതിനെ യൂസ് ചെയ്യാതെ വിട്ടുപോകും. അപ്പോൾ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഡെക്കറേറ്റ് ചെയ്യാനും. നമുക്കിത് നോക്കി ഏതൊക്കെ ഐറ്റംസ് വേണം, എങ്ങനെയൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഐറ്റംസ് ഉണ്ടൊക്കെ എല്ലാം ഒന്ന് തിങ്ക് ചെയ്യാനും അതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് സഹായിക്കും. എൻ്റെ കയ്യിൽ ഒരുപാട് ഡെക്കോർ ഐറ്റംസ് ഒന്നുമില്ല, കുറച്ചൊക്കെ ആയിട്ട് ഞാൻ കളക്ട് ചെയ്തേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വലിയ പീസസ് ആയിട്ട് എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഫ്ലവർ വേസ് ഒക്കെ ഉള്ളൂ, വലിയ പീസായിട്ടുള്ള ഒരു ഡെക്കോർ ഐറ്റം എന്ന് പറയാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളതിൽ കുറച്ച് വലിയ ഐറ്റംസ് നോക്കിയിട്ട് ഞാൻ ആദ്യം തന്നെ പ്ലേസ് ചെയ്യണം. അപ്പോൾ എല്ലാം സ്പ്രെഡ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഒന്നും ഒരു ഐറ്റം ഒരു സ്ഥലത്തായിട്ട് വെക്കാതെ എല്ലാം ആ ഷെൽഫിൽ ഓൾ അറൗണ്ട് ആ ബിഗ് സ്പേസ് സ്പ്രെഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വലിയ പീസസ് ഞാൻ ആദ്യം തന്നെ വെക്കുവാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവർ വേസ് ആണ് ഞാൻ ആദ്യം വെക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും മുകളിലായിട്ട് ഞാൻ പ്ലേസ് ചെയ്യുവാണ്. നിങ്ങളുടെ കളക്ഷനിലുള്ള വലിയ ഡെക്കോർ പീസസ് അത് എന്തും ആയിക്കോട്ടെ, അത് വേണം നിങ്ങൾ ഫസ്റ്റ് സ്റ്റൈൽ ചെയ്യാൻ നേരത്ത് വെക്കാനായിട്ട്. അത് സ്പ്രെഡ് ഔട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതാ ഈ ഒരു ക്യാൻഡിൽ ഹോൾഡർ, അതും എൻ്റെ കയ്യിലുള്ളൊരു വലിയൊരു പീസാണ് കേട്ടോ. അതും ഞാൻ ഒരു സൈഡിലായിട്ട് പ്ലേസ് ചെയ്യുവാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഷെൽഫ് ഒരു ഫങ്ഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് കൂടി യൂസ് ചെയ്യുക, ജസ്റ്റ് ഡെക്കോർ പർപ്പസ് മാത്രമല്ലാതെ. ഇപ്പം ഞങ്ങളുടെ TV റിമോട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ ഞങ്ങളുടെ ഷെൽഫിലാണ് കീപ്പ് ചെയ്യുന്നത്. കാരണം TVക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷെൽഫ് ഇരിക്കുന്നത്. പിന്നെ ഇതുപോലൊരു ബാസ്ക്കറ്റ് നമുക്ക് വെക്കാം, എന്തെങ്കിലും നമ്മുടെ ഐറ്റംസ് സ്റ്റോർ ചെയ്യാനായിട്ടും നമുക്ക് ഷെൽഫ് യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഷെൽഫ് ഒരു ഫങ്ഷണലായിട്ടും യൂസ് ചെയ്യുക. കാരണം നമ്മളൊക്കെ ഇവിടെ സ്പേസ് കുറവാണ്, അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു കാണാൻ ഭംഗിയുള്ളൊരു ഹോൾഡറിൽ നമുക്ക് ഇതുപോലെ റിമോട്ടും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്താൽ അതൊരു ഡെക്കോറായിട്ട് നമുക്ക് ഷെൽഫിൽ ഇരുന്നോളും. അപ്പോൾ ബാസ്ക്കറ്റ് പോലത്തെ ഐറ്റംസ് നമ്മുടെ ഷെൽഫിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ വെക്കുന്നതായിരിക്കും കാഴ്ചയ്ക്ക് ഭംഗി. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തും ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. നിങ്ങൾക്ക് ഈ TVയുടെ വയറും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ ഇതിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ടോയ്സ് സ്റ്റോർ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു ഷെൽഫ് ഫങ്ഷണലായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ഐറ്റംസ് ആഡ് ചെയ്താൽ. അപ്പോൾ എല്ലാം ഞാൻ സ്പ്രെഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. നമ്മൾ എന്ത് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴും
അതിനെ ഒരു ഗ്രൂപ്പായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് കാഴ്ചയ്ക്ക് ഭംഗി കൂട്ടും. എൻ്റെ ഇത് ഒരു ക്യാൻഡിൽ ഹോൾഡറിൻ്റെ സെറ്റാണ്, 3 എണ്ണത്തിൻ്റെ സെറ്റാണ്. അപ്പോൾ അത് ഞാനിവിടെ പ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ 3 ഐറ്റംസ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് കൂടുതൽ കാഴ്ചയ്ക്ക് ഭംഗി. അപ്പം ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരേ സൈസ് അല്ലെങ്കിൽ ഒരേ ഹൈറ്റ് അല്ലെങ്കിൽ ഒരേ കളർന്നൊന്നുമില്ല. പല ഷേപ്പിലുള്ള പല ഹൈറ്റിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ ഈ ഗോൾഡ് കളറിൻ്റെ ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നത് 3 സൈസും 3 ഷേപ്പുമാണ്. പക്ഷെ അത് ഒരുമിച്ച് ഗ്രൂപ്പായിട്ടിരിക്കുന്ന കാണുമ്പോൾ അതിനൊരു രസമുണ്ട്. ഏതൊരു ഓപ്പൺ സ്പേസും ഇതുപോലെ നിങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേഴ്സണലൈസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണുമല്ലോ. നിങ്ങളുടെ എന്തെങ്കിലും ഇപ്പം ഞാൻ ഈ ഒരു പിക്ചർ ഫ്രെയിം കാണിച്ചു. പിന്നെ അതുപോലെ ഇത് ഞങ്ങൾ മണാലിയിൽ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചൊരു സാധനമാണ്. അപ്പം അങ്ങനെ നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങളുടെ ലൈഫിനെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കാണും. ഇതെന്ന് പറയുന്നത് മദേഴ്സ് ഡേക്ക് എൻ്റെ ഹസ്ബൻഡും മോനും കൂടെ ചുമ്മാ ഒരു ഗിഫ്റ്റ് പോലെ തന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഒരു പേഴ്സണൽ ഐറ്റംസ്. അപ്പം നിങ്ങൾക്ക് അത് വെക്കാം. അത് കാണുമ്പോൾ എപ്പോഴും നിങ്ങൾക്കൊരു പ്രത്യേക സന്തോഷം കാണും. പിന്നെ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ വരുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനൊരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഐറ്റംസ് തീർച്ചയായിട്ടും വെക്കുക. അതാണ് പേഴ്സണലൈസ് എന്ന ഒരു സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് എല്ലാ ഷെൽഫിലും ബാലൻസ് ചെയ്ത് വെക്കുവാണ്. ഇപ്പം ഈ ഒരു 2 ഷെൽഫിലും അടുപ്പിച്ച് ഗോൾഡിൻ്റെ ഐറ്റംസ് വന്നപ്പം എന്തോ ഒരു അഭംഗി പോലെ തോന്നുന്നു. അപ്പം ഞാൻ ആ ക്യാൻഡിൽ ഹോൾഡേഴ്സ് ഇവിടോട്ടെടുത്ത് മാറ്റി വെക്കുവാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ തോന്നുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ഫ്രീ ടു ചേഞ്ച് കേട്ടോ. സ്റ്റൈലിങ്ങിന് ഇന്ന മെത്തേഡൊന്നൊന്നുമില്ല. നമ്മുടെ കാഴ്ചയ്ക്ക് ഭംഗിയാക്കുക എന്നതാണ് സ്റ്റൈലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇപ്പോഴത്തെ ഷെൽഫ് ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നില്ല, ഈ ഒരു ഷെൽഫാണ് കാണിക്കുന്നത് കേട്ടോ. അടുത്തൊരു എലമെൻറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ബുക്സ് ആണ്. അപ്പം നിങ്ങളൊരു നല്ല റീഡറാണ്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ബുക്സിൻ്റെ കളക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബുക്സ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാം. അത് നല്ലൊരു ഹൈറ്റ് നൽകാനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ എൻ്റെ കയ്യിൽ ഒരുപാട് ബുക്സ് ഒന്നും പ്രത്യേകിച്ച് ഇവിടെ ഇല്ല, നാട്ടിലാണ്. അപ്പം ഞാൻ ഡയറി, അപ്പോൾ ഇതുപോലെ നല്ല ഡയറീസ് ഉണ്ടെങ്കിലും അതാണെങ്കിലും നിങ്ങൾക്ക് ബുക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ 3 ഡയറി 3 കളർ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡിലാണ്, ആ ഒരു വൈറ്റ് പോർഷൻ കാണുന്ന പോലാണ് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വെർട്ടിക്കലായിട്ടും വെക്കാം ബുക്ക് എൻഡ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൊറിസോണ്ടലായിട്ട് വെക്കാം. അപ്പം ഇത് കണ്ടില്ലേ, ഇത് ഒരു ഡയറി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഒരു പേളിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉള്ള നല്ലൊരു ഡയറിയാണ്. അപ്പം അതും ഈ ഒരു ഡയറിയും കൂടാണ് ഞാൻ വെക്കുന്നത്. അപ്പം അത് രണ്ടും 2 കളർ ആയതുകൊണ്ട് ബ്രൗൺ ഡയറിയുടെ ആ വൈറ്റ് പോർഷൻ കാണുന്ന പോലെയാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഈ ഒരു 2 ഡയറി, ഇതും രണ്ടും ഡിഫറെൻറ്റ് കളറാണ്. അപ്പം ഇതും ഞാൻ 2ൻ്റെയും വൈറ്റ് പോർഷൻ കാണുന്നത് പോലാണ് വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ബുക്കുകളാണെങ്കിലും പല കളറിലുള്ള ബുക്കുകളാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ വൈറ്റ് പോർഷൻ കാണുന്ന പോലെ വെക്കാം. അപ്പോൾ ഒരുപോലെ ഇരിക്കും, കാഴ്ചയിലും അത് ഭംഗി നൽകും. പിന്നെ ഈ ഒരു ബീഡ്സ് കണ്ടോ, ഈ ഒരു ബീഡ്സിൻ്റെ ഗാർലൻഡ്, ഇത് ഞാൻ DIY ചെയ്തതാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, ബുക്സിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ DIY ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ബുക്സ് വെക്കുന്നത് കൊണ്ട് തന്നെ 2 കാര്യങ്ങളുണ്ട്. കാണാനും നല്ല രസമാണ്, പിന്നെ അതിന് മുകളിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഡെക്കോർ പീസസ് വെക്കാം. അപ്പോൾ അത് ഹൈലൈറ്റ് ആവുകയും ചെയ്യും. നല്ലൊരു ഹൈറ്റ് കിട്ടാനും ബുക്ക് യൂസ് ചെയ്യാം. അടുത്ത എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ്, നിങ്ങൾ ഏതൊരു സ്പേസ് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴും അവിടെ റിയൽ പ്ലാന്റ്സ് ആഡ് ചെയ്യുന്നത് ആ ഒരു സ്പേസിൻ്റെ ഭംഗി ഇരട്ടിയാക്കും. അപ്പം ഏത് പ്ലാന്റ്സും വെക്കാം, ഒരുപാടൊന്നും വേണ്ട, 1-2 പ്ലാന്റ്സ് വെച്ചാൽ മതിയാവും. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഇംഗ്ലീഷ് ഐവി നിങ്ങൾ നേരത്തെ എൻ്റെ പ്ലാന്റ് ടൂറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും മുകളിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഹാങ് ചെയ്ത് കിടക്കാനായിട്ടാണ്. അതുപോലെ കാണാനും അതാണ് ഭംഗി, അതിന് വളരാനും സ്പേസ് ഉണ്ട്. അപ്പം പിന്നീട് ഞാൻ ചെറിയ പ്ലാന്റ് ആയിട്ടുള്ള ഈ സ്നേക്ക് പ്ലാന്റ്, ഇത് നാട്ടിൽ നിന്ന് ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് മമ്മിയുടെ കളക്ഷനിലെ പ്ലാന്റാണ്. അപ്പം അത് ഞാൻ വേറൊരു ഷെൽഫിലായിട്ട് വെക്കുവാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റൈൽ ചെയ്യുമ്പോൾ പ്ലാന്റ്സും കൂടെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് സ്പേസ് ഇടുക, ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക. എന്ത് സ്റ്റൈൽ ചെയ്താലും നമ്മുടെ എല്ലാ ഷോ പീസും കൊണ്ട് നിരത്തി ആ ഒരു സ്പേസിനെ കൺജസ്റ്റഡ് ആക്കി അങ്ങനത്തെ ഒരു ലുക്ക് അല്ലാതെ നമ്മൾ കുറച്ച് സ്പേസ് ഇടുക. നിങ്ങൾക്ക് കാണാം എല്ലാ ഷെൽഫിലും ഞാൻ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. കുറച്ച് എംപ്റ്റി സ്പേസ് ഉള്ളത് എപ്പോഴും കാഴ്ചയ്ക്ക് ഭംഗിയാണ്. ഇനി
ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനമായിട്ട് നിങ്ങൾ നോക്കുക, എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷെൽഫിലെല്ലാം ഒരു ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു, ഒരു ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഇല്ല. അപ്പോൾ നമുക്കൊരു ഹൈറ്റ് ഉള്ള എന്തെങ്കിലും നോക്കാം. അപ്പോൾ ഇത് ഒരു ഹൈറ്റ് ഉള്ളൊരു ഡെക്കോറാണ്. അപ്പോൾ ഞാനത് അവിടെ വെച്ച് നോക്കുവാണ്. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പം നന്നായിട്ടുണ്ട്. ആ ഒരു ഹൈറ്റ് എല്ലാത്തിനും ബാലൻസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു ഫ്ലാറ്റ് ലുക്ക് തരാതെ ആ ഒരു ഹൈറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ അത് ഫുള്ള് ബാലൻസ് ആയി. അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താനുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിനാണ് ബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, എല്ലാ ഷെൽഫിലും ഒരു ഗോൾഡ് എലമെൻ്റ് ഉണ്ട്. പക്ഷെ ഈ ഒരു ഷെൽഫിൽ ഗോൾഡ് ഇല്ല, ആ ഒരു ഗോൾഡ് പോപ്പപ്പ് ഇല്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു ഗോൾഡ് എലമെൻറ്റ് വെച്ച് നോക്കുവാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഗോൾഡ് പീസ് എടുത്തു ഞാനവിടെ വെച്ച് നോക്കി. പക്ഷേ അത് അങ്ങോട്ട് മാച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നോക്കുമ്പം അതൊരു മാച്ചിങ് ആയിട്ട് തോന്നുന്നില്ല. അപ്പം ഞാനതിനെ എടുത്തു മാറ്റി. അവിടെ ഞാൻ അതിന് പകരം ഒരു ഗോൾഡിഷ് ലുക്കുള്ളൊരു യെല്ലോയിഷ് ടൂണുള്ളൊരു ഒരു ക്യാൻഡിൽ വെച്ചു. അത് ബാലൻസ് ചെയ്യും. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ അവസാനം കാണുമ്പോൾ തോന്നും. ഇവിടെ ഈ ഒരു ഫ്രണ്ടിലുള്ള ഇത്രയും സ്പേസ് ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു. അപ്പം ഞാൻ അവിടെ ഒരു ചെറിയ കളർ എലമെൻറ്റ്, ഒരു ഡ്രീം എന്നുള്ളൊരു ഡെക്കോർ ആഡ് ചെയ്തു. അങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ എലമെൻറ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് ഞങ്ങളുടെ ബാസ്ക്കറ്റിൽ ഞങ്ങളുടെ ത്രോ ബ്ലാങ്കറ്റ് ആഡ് ചെയ്യുവാണ്. അപ്പം എൻ്റെ ഈ ഒരു ഷെൽഫിൻ്റെ സ്റ്റൈലിങ് തീർന്നു. അപ്പം നമുക്ക് ഓവറോൾ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.